എല്ലാവർക്കും നമസ്കാരം. ഞാൻ വിനീത. വെൽക്കം ബാക്ക് ടു വിനി ഈസി റെസിപ്പി. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണതാണ് ചെറുനാരങ്ങ അച്ചാർ. ചെറുനാരങ്ങ വറുത്തിട്ടുള്ള അച്ചാറാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക, ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കാണുന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് പോയിട്ട് ചെറുനാരങ്ങ അച്ചാർ, വറുത്ത ചെറുനാരങ്ങ അച്ചാർ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ചെറുനാരങ്ങക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു 1/2 കിലോ ചെറുനാരങ്ങയാണ് എടുത്തേക്കുന്നത്. ഒരു 10-15 ചെറുനാരങ്ങ ഉണ്ടാവും, അത്രയേ ഉള്ളൂ. അത് നല്ലോണം കഴുകി തുടച്ച് വെച്ചിട്ടുണ്ട്. ഇനി വറുത്തിട്ടാണ് കറി ഉണ്ടാക്കാൻ പോണത്. അതിനായിട്ട് ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 ടീസ്പൂണോളം നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുത്തത്. എന്നിട്ട് നാരങ്ങ നന്നായിട്ട് വറുത്തെടുക്കണം. അപ്പോൾ എല്ലാ നാരങ്ങയും നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാം കഴുകി നേരത്തെ തന്നെ തുടച്ച് വയ്ക്കണം, അല്ലെങ്കിൽ അത് പൊട്ടിത്തെറിക്കില്ലേ. അപ്പോൾ നമ്മളെല്ലാ നാരങ്ങയും അതിലേക്ക് ഇട്ട് കൊടുത്തു. നാരങ്ങ നന്നായിട്ട് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഫ്ലെയിം മീഡിയത്തിൽ വെച്ചാൽ മതി. വല്ലാണ്ട് ഹൈയിൽ വെക്കരുത്, വല്ലാണ്ട് ലോയിലും വെക്കേണ്ട. അപ്പോൾ വല്ലാണ്ട് ഹൈയിൽ വെച്ചാൽ പെട്ടെന്ന് കരിഞ്ഞ് പോവില്ലേ, അവിടെ എവിടെയൊക്കെ കരിയാൻ തുടങ്ങും. പിന്നെ അതുമല്ല, നല്ലോണം ശ്രദ്ധിക്കണം, ചിലപ്പോൾ അത് പൊട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ കുറച്ച് ദൂരെയായിട്ട് നിൽക്കണം. ചില നാരങ്ങ പെട്ടെന്ന് അത് പൊട്ടി അതിൻ്റെ വെള്ളം പുറത്തേക്ക് വരും. ഇപ്പോൾ തന്നെ ചോക്കാൻ തുടങ്ങിയില്ലേ, നല്ലോണം ചോക്കട്ടെ. ചോന്ന് അത് നല്ല ഇങ്ങനെ പഴം പോലെ സോഫ്റ്റ് ആവുന്നല്ലേ. അപ്പോൾ നമുക്ക് വാങ്ങാം. വെച്ച് നമുക്കൊരു 10 മിനിറ്റോളം കഷ്ടി വേണ്ടി വരും കേട്ടോ. നമുക്കത് നന്നായി വഴറ്റിയെടുക്കാൻ. വഴറ്റുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കാൻ അങ്ങ് പൊട്ടും, ഇടയിൽ പൊട്ടും. അതൊന്നും സാരമില്ല. ഇടയ്ക്കിടയ്ക്ക് നല്ലോണം ഇളക്കി കൊടുത്താൽ മതി. അടയിൽ നിന്നെടുത്ത് നല്ലോണം ഇളക്കി, അത് നല്ല സോഫ്റ്റാണ്. അതാണ് ശരിക്കും അതിൻ്റെ പാകം. നമുക്ക് തൊട്ടാൽ മനസ്സിലാവും, അത് കുഴിഞ്ഞു പോകാൻ തുടങ്ങും. നാരങ്ങയുടെ നിറമൊക്കെ മാറി തുടങ്ങി. നമുക്ക് ഒരു നാരങ്ങ ഇങ്ങനെ എടുത്തിട്ട് അത് നമുക്ക് തൊട്ട് നോക്കാം, അത് സോഫ്റ്റ് ആയിട്ടുണ്ടോ എന്ന് നോക്കാം. ചൂടുണ്ടാവും, സൂക്ഷിച്ച് വേണം. ഇത് കണ്ടില്ലേ, ഇപ്പോൾ കുഴിയണുണ്ടോ, നല്ല സോഫ്റ്റ് ആയില്ലേ. ഇതേപോലെ എല്ലാ നാരങ്ങ സോഫ്റ്റ് ആവണം. ചിലതിന് ചിലപ്പോൾ തൊലി കട്ടി ഉണ്ടാവും കേട്ടോ, അപ്പോൾ കുറച്ച് സമയം എടുക്കും. കണ്ടു, ഇതേപോലെ നമുക്ക് കുഴിഞ്ഞു വരും നന്നായിട്ട്. ഇതാണ് ശരിക്കും പാകം. അതുവരെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുന്നത് നന്നായിട്ട്. ഇപ്പോൾ ഒരുവിധം സോഫ്റ്റ് ആയിട്ടുണ്ട്. എങ്കിലും 1-2 മിനിറ്റും കൂടി നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഞങ്ങളുടെ അമ്മ ഈ നാരങ്ങക്കറി നല്ല ടേസ്റ്റായിട്ട് ഉണ്ടാക്കുമായിരുന്നു. അപ്പോൾ അമ്മയുടെ കയ്യിൽ നിന്ന് തന്നെ കണ്ടുപഠിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ നാരങ്ങ നമ്മുടെ സോഫ്റ്റായിട്ട് തുടങ്ങി. നമുക്ക് കണ്ടു, ഓരോന്നും ഇങ്ങനെ അമർത്തി നോക്കുമ്പോൾ മനസ്സിലാവും. കുറച്ച് നേരം കൂടി ഇളക്കിയിട്ട് നമുക്ക് വാങ്ങിയെടുക്കാം. വാങ്ങിയതിന് ശേഷം നമുക്ക് തണുത്തിട്ട് അത് തുടയ്ക്കണം നന്നായിട്ട്. അത് ഞാൻ പറഞ്ഞുതരാം. ഒന്നും കൂടി ഒന്നാവണം. ഇപ്പോൾ മുഴുവൻ നിറം അങ്ങോട്ട് ആയിട്ടില്ല. അപ്പോൾ നമ്മൾ ഇങ്ങനെ വഴട്ടിക്കൊണ്ടിരിക്കുക, അത്രയേ ഉള്ളൂ ചെയ്യാൻ. തീ കൂട്ടാതിരിക്കുക. ഇത് നല്ല ചുവന്ന ഒരു നിറം വരും. ഇപ്പോൾ എല്ലാ നാരങ്ങയും നമ്മൾ തൊട്ട് നോക്കിയാൽ മനസ്സിലാവും. ഇപ്പോൾ ഒരുവിധമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നല്ല സോഫ്റ്റായി. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് വാങ്ങിയെടുക്കാം. ഇപ്പം ഞാൻ വാങ്ങിയെടുത്തു. ഇപ്പോൾ ചീഞ്ചട്ടിൽ കിടക്കുന്ന എണ്ണയില്ലേ, അത് ഉപയോഗിക്കരുത്. ഇനി ചീഞ്ചട്ടി കഴുകി വയ്ക്കണം. ഇപ്പോൾ ഞാൻ വാങ്ങിയെടുത്ത നാരങ്ങ കണ്ടു. ഇതൊന്ന് തണുക്കട്ടെ, എന്നിട്ട് നമുക്ക് ടവൽ വെച്ച് നന്നായി തുടച്ചെടുക്കാം. നാരങ്ങ തണുക്കട്ടെ. അപ്പോഴേക്കും നമുക്ക് അതിന് വേണ്ട ഉലുവ ആദ്യം വറുത്തെടുക്കാം. ഞാൻ 3 സ്പൂൺ ഉലുവയാണ് പാനിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. 3 സ്പൂൺ ഉലുവ ഇട്ട് കൊടുത്തു. ഇനി നമുക്കിത് എണ്ണയിലാണ്ട് നന്നായിട്ട് വറുത്ത് പൊടിച്ച് വെക്കണം. അപ്പോൾ ആദ്യം അതിനെ ഇളക്കി കൊടുക്കുക. അതൊരു ചുമന്ന നിറവും ആയി, അതങ്ങനെ പൊട്ടാൻ തുടങ്ങും. അപ്പോൾ പാകാവും. അപ്പോൾ നമുക്ക് എടുത്ത് മിക്സിയിൽ പൊടിക്കേ വേണ്ടൂ. നമ്മൾ സാധാരണ എല്ലാ അച്ചാറിലും ഇടുന്ന പോലെ തന്നെ. അപ്പോൾ ഉലുവ നല്ല നിറമായി. ഇനി ഞാൻ ഇത് തണുത്തതിന് ശേഷം മിക്സിയിൽ നിന്ന് പൊടിക്കട്ടെ. അപ്പോൾ നാരങ്ങയൊക്കെ നന്നായിട്ട് തണുത്തു. ഇനി നമുക്കൊരു ടവലെടുത്തിട്ട് അതിനെ നന്നായിട്ട് അങ്ങോട്ട് തുടയ്ക്കാം. അതിൽ എണ്ണയും ഒക്കെ ആയിട്ട് നമ്മൾ വറുത്ത അതിൻ്റെ പൊട്ടി അതിൻ്റെ വെള്ളമൊക്കെ പുറത്ത് വന്നിട്ടുണ്ടാവും. ചിലപ്പോൾ എല്ലാം കൂടി മിക്സായിട്ട് ഇരിക്കും. അപ്പോൾ അത് ഭയങ്കര കയ്പ്പ് ടേസ്റ്റ് വരും. അതുകൊണ്ട് ഇത് നന്നായി വൃത്തിയാക്കണം ആദ്യം. അപ്പോൾ നമ്മൾ നന്നായിട്ട് തുടച്ചെടുക്കുക. തുടച്ചതിന് ശേഷമാണ് ഇത് നമ്മൾ മുറിക്കണത്. അപ്പോൾ ആദ്യം എല്ലാ നാരങ്ങ ഇതുപോലെ തുടച്ച് വയ്ക്കുക. നാരങ്ങ എല്ലാം തുടച്ച് കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് ഈ നാരങ്ങ ഒന്ന് മുറിച്ചെടുക്കണം. നാരങ്ങ മുറിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു പലക എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നാരങ്ങ എങ്ങനെയാണ് മുറിക്കാൻ നോക്കാം. നാരങ്ങ മുറിക്കാനൊക്കെ എല്ലാ അമ്മമാർക്കൊക്കെ അറിയാം, പക്ഷേ ചില കുട്ടികൾക്ക് അറിയില്ല. എൻ്റെ ഒരു അനുഭവം വെച്ച് പറയുകയാണ് കേട്ടോ. അത് ഇതിൻ്റെ 2 അറ്റവും പാടില്ല, നടുവ് കൂടെ മുറിക്കണം. ഇവിടെ മോനോട് നാരങ്ങ വെള്ളം ഉണ്ടാക്കാൻ പറഞ്ഞാൽ അവൻ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ മുറിക്കാറുണ്ട്. അതുകൊണ്ട് ആരൊക്കെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ പറഞ്ഞതാണ്. അപ്പോൾ നാരങ്ങ നടുവ് കൂടെ ഇങ്ങനെ മുറിക്കുക. പിന്നെ അതിനെ ചെറിയ കഷ്ണങ്ങളാക്കുക. ഇതിൽ സോഫ്റ്റായ നാരങ്ങ ആയതുകൊണ്ട് ഒന്ന് പിടിച്ചിട്ട് വേണം മുറിക്കാൻ. നന്നായിട്ട് പിടിച്ചിട്ട് വേണം നമുക്ക് മുറിക്കാൻ. എന്താ വെച്ചാൽ അത് കുറച്ച് സോഫ്റ്റ് ആണല്ലോ, അത് കാരണം. ഇനി ചെറിയ കഷ്ണങ്ങളാക്കുക. കഷ്ണങ്ങൾ നമ്മൾ ഇഷ്ടം പോലെ ചെയ്യാം. വലിയ കഷ്ണം വേണമെങ്കിൽ ഇങ്ങനെ പകുതിയായിട്ട് വേണമെങ്കിൽ ഇടാം കേട്ടോ. ഞാനതിന് ചെറിയ കഷ്ണങ്ങളാക്കുന്നേ ഉള്ളൂ.
അപ്പോൾ ഇതേപോലെ നമ്മൾ നാരങ്ങ മുറിച്ചെടുക്കുക. കുറച്ച് മൂർച്ചയുള്ള കത്തിയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് മുറിച്ചെടുക്കാം. ഞാൻ കുറച്ച് ചെറിയ കഷ്ണങ്ങളായിട്ടാണ് മുറിക്കുന്നത്. എന്താ വെച്ചാൽ വേസ്റ്റ് ആവില്ലല്ലോ, എല്ലാവരും പകുതി നാരങ്ങയൊന്നും കഴിക്കില്ല. അപ്പോൾ ചെറിയ കഷ്ണങ്ങളാക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ചെറിയ കഷ്ണങ്ങളാക്കുമ്പോൾ കുറച്ച് മൂർച്ചയുള്ള കത്തിയാണെങ്കിൽ കൂടുതൽ നല്ല കേട്ടോ. അത് കാരണം ഞാനൊന്ന് കത്തി മാറ്റിയിട്ട് മൂർച്ചയുള്ള കത്തി കൊണ്ട് മുറിച്ച് നോക്കട്ടെ. അപ്പോൾ പെട്ടെന്ന് മുറിക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേപോലെ എല്ലാവരും മുറിക്കാം. ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കുകയാണ് കൂടുതൽ നല്ലത്. ഇപ്പോൾ പകുതി ആക്കാൻ പറ്റുള്ളൂ എങ്കിൽ കുഴപ്പമില്ല, അങ്ങനെ മുറിച്ചാലും മതി. ഇപ്പം എൻ്റെ എല്ലാ നാരങ്ങയും മുറിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഉലുവ തണുത്തുണ്ടാവുമല്ലോ, അതൊന്ന് പൊടിക്കാം. ഉലുവ ഒന്ന് മിക്സിയിൽ പൊടിച്ചിട്ട് വരട്ടെ. ഉലുവ ഇതുപോലെ പൊടിക്കാം. ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നല്ലെണ്ണയാണ് കേട്ടോ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു അരക്കപ്പോളം നല്ലെണ്ണ ഒഴിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നല്ലെണ്ണ വീട്ടിൽ ഇരിപ്പില്ലെങ്കിൽ റീഫൈൻഡ് ഓയിലിൽ ഉണ്ടാക്കിയാലും മതി. നല്ലെണ്ണയാണെങ്കിൽ കുറച്ച് നല്ല മണം ഉണ്ടാവും, അത് കാരണമാണ്. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യണം. ആദ്യം നമുക്ക് എണ്ണ നന്നായിട്ട് ചൂടാക്കാം. എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് വെക്കാം. ഇനി എണ്ണ ഒന്ന് ചെറുതായിട്ട് തണുക്കണം, അല്ലെങ്കിൽ നമ്മുടെ മസാല കരിഞ്ഞു പോകും. അപ്പോൾ ഒന്ന് ചെറുതായിട്ട് തണുക്കട്ടെ. അപ്പോൾ നമ്മുടെ നല്ലെണ്ണ കുറച്ച് ചൂടാറി, തണുക്കാൻ പാടില്ല കേട്ടോ, കുറച്ച് ചൂട് വേണം, നല്ലോണം ചൂട് വേണം, എന്നാൽ കരിയാനും പാടില്ല. ഇനി നമുക്ക് ഉലുവപ്പൊടി ഇട്ട് കൊടുക്കാം. ഉലുവപ്പൊടി ഇട്ട് കൊടുത്തു, എന്നാലല്ലേ നമ്മുടെ മസാല മൂത്ത് കിട്ടുള്ളൂ. അതാണ് കുറച്ച് ചൂട് വേണമെന്ന് പറയുന്നത്. അപ്പോൾ ഉലുവപ്പൊടി ഒന്ന് നല്ലോണം മിക്സ് ചെയ്യുക, അത് അതിൽ കിടന്ന് മൂക്കട്ടെ. ഇനി നമുക്ക് കായപ്പൊടി ഇട്ട് കൊടുക്കാം. ഞാൻ 1 സ്പൂൺ കായപ്പൊടിയാണ് ഇവിടെ ചേർക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് ആ എണ്ണയിൽ ഒന്ന് നല്ലോണം മൂത്ത് കിട്ടും. ഇനി നമുക്ക് മുളക് പൊടി ചേർക്കാം. മുളക് പൊടി ഞാനിവിടെ 2 ടീസ്പൂൺ മുളക് പൊടി, നല്ല എരിവുള്ളതാണ് ചേർക്കുന്നത്. അത് നിങ്ങളുടെ എരിവനുസരിച്ച് ചേർക്കുക. ഇനി ആ മുളക് പൊടി ഒന്ന് നന്നായിട്ട് ആ എണ്ണയിൽ മൂക്കട്ടെ, അതിൻ്റെ പച്ച മണമൊക്കെ ഒന്ന് പോട്ടെ. നല്ലോണം ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഉപ്പ് ആവശ്യത്തിന് ചേർക്കണം, കാരണം നാരങ്ങക്കറിയല്ലേ, നാരങ്ങയാണെങ്കിൽ നല്ല പുളി ഉണ്ടാവും. അപ്പോൾ ഉപ്പ് ആവശ്യത്തിന് ചേർത്തോളൂ. അത് കഴിഞ്ഞ് ഉപ്പ് നന്നായിട്ട് മിക്സ് ചെയ്ത് മസാലയിൽ നന്നായിട്ട് മിക്സ് ആവട്ടെ. ഇനി നമുക്ക് ഈ മസാല ഒന്ന് തണുക്കണം കേട്ടോ. അതിന് ശേഷം നാരങ്ങ ഇട്ടാൽ മതി. നമുക്കൊരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ നാരങ്ങക്കറിയുടെ മസാല നല്ലോണം തണുത്തു കേട്ടോ. തണുത്തതിന് ശേഷം ഇടാൻ പാടുള്ളൂ. നല്ലോണം തണുത്തുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ച് നാരങ്ങ ഇട്ട് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. എല്ലാ ഭാഗത്തും മസാല പിടിക്കുന്ന രീതിയിൽ നന്നായിട്ട് സൈഡിൽ നിന്നൊക്കെ എടുത്ത് അടിയിൽ നിന്നൊക്കെ എടുത്ത് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ സമയത്ത് നമുക്ക് ഉപ്പിൻ്റെ ടേസ്റ്റ് നോക്കാം. എനിക്ക് കുറച്ച് കുറവ് തോന്നുന്നു. അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഉപ്പിടാൻ പോവുകയാണ്. കാരണം നാരങ്ങയ്ക്ക് നല്ല പുളിയുണ്ടല്ലോ. അപ്പോൾ ഉപ്പിൻ്റെ ടേസ്റ്റ് കുറച്ച് മുമ്പിലേക്ക് നിൽക്കണം. അപ്പം ഉപ്പിട്ടു, നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇത്രയേ ഉള്ളൂ ചെയ്യാൻ. ഇനി നമുക്ക് കുപ്പികളിലാക്കി വെക്കണം കേട്ടോ, പ്ലാസ്റ്റിക്കിലാക്കരുത്. ചില്ലിൻ്റെ ബോട്ടിൽസിൽ അല്ലെങ്കിൽ ഭരണികളിലാക്കി വെക്കണം. അപ്പോൾ നമ്മുടെ നാരങ്ങ അച്ചാർ തയ്യാറായി. കുറേ നാളത്തേക്കാണ് എടുത്ത് വെക്കണമെങ്കിൽ, ഇപ്പോൾ 1 വർഷത്തേക്കൊക്കെ ഉണ്ടാക്കി വയ്ക്കുക അമ്മമാരൊക്കെ. അങ്ങനെയാണെങ്കിൽ കുറച്ചും കൂടി നല്ലെണ്ണ ഒന്ന് ചൂടാക്കി തണുത്തതിന് ശേഷം നമുക്ക് അച്ചാറിന് മുകളിൽ ഒഴിച്ച് കൊടുക്കാം. ഇതൊരു 2-3 ദിവസം കഴിഞ്ഞ് തയ്യാറാവും കേട്ടോ. അപ്പോൾ തൊട്ട് കഴിച്ചു തുടങ്ങാം. അപ്പോൾ ഞാനും ഇതൊരു ബോട്ടിലാക്കട്ടെ. ചെറുനാരങ്ങ അച്ചാർ തയ്യാറായിട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ആരെങ്കിലും എൻ്റെ ചാനൽ പുതുതായിട്ടാണ് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യണം. അപ്പോൾ ഒരു പുതിയ ഡിഷായിട്ട് നമുക്ക് അടുത്ത ദിവസം തന്നെ കാണാം. താങ്ക് യു.